തമിഴിൽ നിന്ന് ഫീൽ ഗുഡ് കാ ബാപ്പ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ടൂറിസ്റ്റ് ഫാമിലി ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീം ചെയ്യുന്നത്. വാക്കുകളൊന്നും ഇല്ല ഈ സിനിമയെ പറ്റി പറയാൻ. വേർഡ്സ് ആർ ഇൻ ഇനഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിഗംഭീരം, ബ്യൂട്ടി അറ്റ് ഇറ്റ്സ് ബെസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന പടമാണ്. വേറെ ലെവലാണ് കേട്ടോ. ഫീൽ ഗുഡ് ആ ഒരു ജോണറിന്റെ ഒരു എപ്പിറ്റോം നമുക്ക് കാണണം വെച്ചാൽ ടൂറിസ്റ്റ് ഫാമിലി കണ്ടാൽ മതി. ആൻഡ് ഈ സിനിമ കണ്ടു കഴിഞ്ഞ് നമുക്ക് മനസ്സിലാവും എന്താണ് സിനിമയുടെ മാജിക്. അത്രയ്ക്ക് രസമാണ്, നല്ല രസമാണ് ഈ സിനിമ കണ്ടിരിക്കാൻ. നമ്മുടെ നാച്ചുറൽ സ്റ്റാർ നാനി ഈ ഇടയ്ക്ക് പറയണ്ടായിരുന്നു ഇന്റർവ്യൂല്, 1000 കോടിയുടെ പടം കൊടുക്കുക, 2000 കോടി വെച്ച് നമുക്ക് പടം കൊടുക്കാം, പക്ഷെ മെയ് അഴകൻ പോലത്തെ ഒരു സിനിമയൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം മൂവീസ് ലൈക്ക് ദീസ് ഹാപ്പൻ വൺസ് ഇൻ എ ലൈഫ് ടൈം. 2024 മെയ് അഴകനാണ് വെച്ചാൽ 2025 അത് ടൂറിസ്റ്റ് ഫാമിലിയാണ്. എന്തൊരു പടം എടുത്ത് വെച്ചിരിക്കുന്നത്. ഹാറ്റ്സ് ഓഫ് ടു ഇറ്റ്സ് ഡയറക്ടർ എന്നേ പറയാനുള്ളൂ. മാക്സിമം ഈ സിനിമ ഫാമിലി ആയിട്ട് കാണാൻ നോക്കുക. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവുന്നതാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. കാരണം ഇതിലത്തെ ഇമോഷണൽ സീൻസ് വരുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും. ചില സീൻസിൽ നമ്മൾ പൊട്ടിച്ചിരിക്കും, ചില സീൻസിൽ നമ്മൾ പൊട്ടനെ പോലെ എളിച്ചിരിക്കും. എന്താ കാര്യം എന്നൊന്നും അറിയില്ല. നല്ല രസമാണ് ഈ സിനിമയുടെ ആദ്യത്തെ ഒരു 5 മിനിറ്റ് കണ്ടു കഴിയുമ്പോൾ തന്നെ നമ്മൾ ആ സിനിമയുടെ ഒരു ഭാഗമാണ് നമുക്ക് തോന്നും. ആൻഡ് അടിപൊളിയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറെ സീൻസ് ഉണ്ട്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അതിന്റെ പ്ലോട്ടും കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാവരും കണ്ടു നോക്കുക. നല്ല രസമുള്ള പടമാണ്. മാക്സിമം ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാൻ നോക്കുക. ശശികുമാറിനാണ് മാക്സിമം ക്രെഡിറ്റ് കൊടുക്കേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ശശികുമാർ ഇല്ലെങ്കിൽ ഈ പടം ഇല്ല. എനിക്ക് തോന്നുന്നില്ല വേറൊരു തമിഴ്നാട് 2 കൊച്ചുങ്ങളുടെ അച്ഛനായിട്ട് ഇത്രയും പ്രായമായിട്ട് ഒരാളായിട്ട് ചെയ്യുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് ശശികുമാറിന്റെ പെർഫോമൻസ് വേറെ ലെവൽ തന്നെയായിരുന്നു. ഇങ്ങനെ ഈ റീസെന്റ് ആയിട്ടുള്ള അയോധി, അതേപോലെ നന്ദൻ, അതൊക്കെ അടിപൊളിയായിരുന്നു. ഇത് ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. അതേപോലത്തെ സിമ്രൻ, എനിക്ക് സിമ്രൻ ഇങ്ങനെ കാണാനാണ് ഇഷ്ടം. ഗുഡ് ബാഡ് അഗ്ലിയിൽ ആളൊരു ക്യാമിയോ പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതിൽ സിമ്രനെ കാണാൻ എന്നാ ഐശ്വര്യമായിരുന്നു അറിയോ, എന്നാ പെർഫോമൻസും ആയിരുന്നു. പിന്നെ നമ്മുടെ ആവേശത്തിലെ മറ്റേ പയ്യനുണ്ട്, ആ പയ്യൻ മാക്സിമം പെർഫോം ചെയ്തിട്ടുണ്ട്. പെർഫോമർ ആയിട്ടുള്ള ആ പയ്യനെ കാണണം വെച്ചാൽ ഈ പടം കാണണം. ആ പയ്യനും ഒരു കൊച്ചും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, അവരുടെ ഒരു കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ കുറെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് പോലും ഇത്രയും കിടിലനായിട്ട് പെർഫോം ഇല്ല. നല്ല രസമായിരുന്നു കണ്ടിരിക്കാൻ. ആൻഡ് ഒരു ചെറിയൊരു ചെറുക്കനുണ്ട്, കിടിലനായിരുന്നു. പലപ്പോഴും ക്രിഞ്ചായി പോകേണ്ട പല ഡയലോഗ്സും എന്ത് രസത്തിലാണ് ഇവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത് അറിയോ. ആൻഡ് അതിൽ മ്യൂസിക് ഒരു ഗംഭീര റോൾ തന്നെ ചെയ്തിട്ടുണ്ട്. ആ കൊച്ചൊക്കെ ഒന്ന് പഴച്ചു പോയി കഴിഞ്ഞാൽ ആ ചെറിയ പയ്യന്റെ ഇതൊക്കെ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആവുന്നതാണ്. പക്ഷെ ആ കിട്ടിലനായിട്ടാണ് ആ പയ്യൻ ചെയ്ത് വെച്ചിരുന്നത് കറക്റ്റ് മീറ്ററിൽ. പിന്നെ ഇതിൽ കുറെ നെയ്ബേഴ്സ് ആയിട്ട് അഭിനയിച്ചവരും അതേപോലെ തന്നെ പോലീസ് ഓഫീസർ ആയിട്ട് അഭിനയിച്ച 2 പേരും എന്നാ രസമായിരുന്നു അറിയോ. നല്ല രസമാണ്. ഇപ്പൊ നമ്മൾ 2000 കോടി കളക്ഷൻ കിട്ടിയ ഒരു സിനിമ എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ മനസ്സ് നിറയ്ക്കുന്ന ഒരു സിനിമ വളരെ ചുരുക്കം ഇറങ്ങുള്ളൂ. ആൻഡ് വൺസ് ഇൻ എ ലൈഫ് ടൈം ഒക്കെ ഇങ്ങനത്തെ പടമൊക്കെ ഇറങ്ങുള്ളൂ. ഇപ്പൊ മാക്സിമം കണ്ടു നോക്കുക. ഇതൊക്കെ മിസ് ചെയ്തിട്ട് വേറെ ഒരു പടം കണ്ടിട്ട് കാര്യമില്ല എന്ന് ഞാൻ പറയുള്ളൂ. നമ്മൾ എപ്പോഴും പറയില്ല മാസ് സിനിമ എടുക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എന്തൊരു മെച്ചം ഭയങ്കര ബ്ലഡ് ബാത്ത് ഉള്ള സിനിമ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഏറ്റവും ബുദ്ധിമുട്ട് ഒരു ഫീൽ ഗുഡ് പടം എടുക്കാനാ. കാരണം വൺസ് ആ ഇമോഷൻ പറയുന്ന സാധനം കണക്ട് ആയില്ലെങ്കിൽ പടം കയ്യിൽ നിന്ന് പോയി. ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സിനിമയാണ്. ഞാൻ ഇത് തിയേറ്ററിൽ പോയി കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ തിയേറ്ററിലൊന്നും ഈ പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. OTT കണ്ടപ്പോൾ നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. വാച്ച് ഇറ്റ് വിത്ത് യുവർ ഫാമിലി. ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്.